ശ്വേതാ മേനോനെതിരെ പരാതി നൽകിയ മാർട്ടിൻ മേനാശ്ശേരിൽ നമുക്ക് ചേർന്നു. മാർട്ടിൻ മേനാശ്ശേരിൽ, ഞാൻ ആ പരാതിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതെന്തായിരുന്നു? സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ ധാർമ്മിക രോഷം വരികയും പരാതിയൊക്കെ സ്ഥിരമായി കോടതികളിലൊക്കെ കൊടുക്കുകയും പോലീസ് കേസിനൊക്കെ പോവുകയും ചെയ്യുന്ന ഒരാളാണോ താങ്കൾ? അതായത് എൻ്റെ ഒരു മുൻ പശ്ചാത്തലം, ഇപ്പം ഞാൻ ഇവിടെ ഇന്ന് രാവിലെ ഞാൻ എവിടെ ഒരു വ്യക്തി എന്നെ, ഒരു മാധ്യമപ്രവർത്തകനായിട്ടുള്ള സുഹൃത്ത് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എന്നെ സിനിമ മേഖലയിലുള്ള ചില ആളുകൾ നൂലിൽ കെട്ടിയിറക്കി ശ്വേതാ മേനോനെതിരെ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. അതെന്തൊരു അസംബന്ധമാണ്. കാരണം എനിക്ക് സിനിമാ മേഖലയിലുള്ള ഒരാളുമായിട്ട് പോയി, ഇപ്പം നിങ്ങൾ പോലീസ് അത് മനസ്സിലായി. അതാണ് ചോദിച്ചത്, സിനിമാ മേഖലയുമായിട്ട് താങ്കൾക്ക് ബന്ധമുണ്ടായിരുന്നില്ല. ശ്രീ മാർട്ടിൻ മേനാശ്ശേരിൽ, പെട്ടെന്ന് ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ താങ്കൾ ആരാണ് എന്ന് സ്വാഭാവികമായിട്ടെങ്കിലും നാട്ടുകാരെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇത്തരം പെട്ടെന്നല്ലോ. അതായത് ഞാൻ ഇതിനു മുൻപ് തീർച്ചയായിട്ടും സംശയം എന്തായിരിക്കുന്നത്, ഞാൻ ഇതിനു മുൻപ് നമ്മുടെ റിമ കല്ലിങ്ങിനെതിരെ ഞാൻ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ മറ്റേ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ ഞാൻ അവിടെ പരാതി കൊടുത്തിരുന്നു. ആ പരാതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല. അതുകൂടാതെ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതെന്തായിരിക്കും നടപടി ഉണ്ടാകാത്തത്? ആ കേസിനകത്ത് വല്ല കഴമ്പുണ്ടായിരുന്നോ? ഇല്ലാത്തോണ്ടായിരിക്കില്ലേ? റിമ കല്ലിങ്ങലിനെതിരായിട്ട് അങ്ങനെ മയക്കുമരുന്ന് കേസ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം കഴമ്പുണ്ടെന്നല്ല, അതായത് അവിടെ ഒരു ലഹരി പാർട്ടി, ഒരു പ്രമുഖ ഹോട്ടലിൽ ഒരു ലഹരി പാർട്ടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതൊരു ഇൻഫോം ചെയ്തുകൊണ്ടാണ് ഞാൻ അന്ന് ഒരു പരാതി കൊടുക്കുന്നത്. റിമ കല്ലിങ്ങിനെതിരെയാണ് ഞാൻ പരാതി കൊടുത്തിരുന്നത്. അപ്പോൾ ആ പരാതിന്മേൽ പോലീസ് അന്വേഷിച്ചില്ലോ എന്നുള്ളത് പിന്നെ എനിക്കറിയില്ല. ഞാൻ അതേക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് അന്ന് പറഞ്ഞ. പിന്നെ ഹോട്ടലിലെ പ്രോഗ്രാം കഴിയുകയും ചെയ്തു. ഇതുകൂടാതെ സിനിമാ നടിമാർക്കെതിരെ മാത്രമാണോ പരാതി? അല്ല, ഇതുപോലെ ഈ ലഹരി വിഷയത്തിലൊക്കെ ആണെങ്കിൽ പല സിനിമാ നടന്മാരുടെ പരാതി കൊടുത്തിരുന്നോ നേരത്തെ? അല്ല, അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരുന്നു. അതോ ഈ നടിമാർക്കെതിരെ മാത്രമാണോ പരാതി കൊടുക്കാറ് സ്ഥിരമായിട്ട്? ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. അതായത് സിനിമാ മേഖല മാത്രമല്ലല്ലോ ഞാൻ പരാതി കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് വധഭീഷണി ഉണ്ടായ സംഭവത്തിൽ ശ്രീ മാർട്ടിൻ മേനാശ്ശേരിൽ, പിണറായി വിജയൻ പരാതി കൊടുക്കാൻ നിൽക്കട്ടെ. സിനിമാ മേഖലയിൽ താങ്കളുടെ ധാർമ്മിക രോഷം കണ്ടു. റിമ കല്ലിങ്ങലിനെതിരെ മയക്കുമരുന്ന് കേസിൽ പരാതി കൊടുക്കുന്നു. ശ്വേതാ മേനോനെതിരെ അശ്ലീല ചിത്രങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് നടിമാരല്ലല്ലോ, ഒരുപാട് നടന്മാരും ഒക്കെ ഉണ്ടല്ലോ. എവിടെയെങ്കിലും അത്തരം ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു. ഈ മയക്കുമരുന്ന് ലോബി, സിനിമാ കണക്ഷൻ, ഈ ആളി കത്തി നിന്ന സമയം ഉണ്ടായിരുന്നു. ഇങ്ങനെ മാർട്ടിൻ മേനാശ്ശേരിൽ പേരൊന്നും കേട്ടില്ല. എവിടെയെങ്കിലും ആർക്കെതിരെ എവിടെയെങ്കിലും കേസ് കൊടുത്തിരുന്നോ? നമ്മളിന് മിസ്സായതാണോ? ആവോ കൊടുത്തിരുന്നോ? എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഈ മറ്റു കേസുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല? അല്ല, ഈ മറ്റു കേസുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. നടിമാരുടെ കേസുകൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. പ്രത്യേകതരം ധാർമ്മിക രോഷമാണോ? നടിമാരുടെ മാത്രമല്ലല്ലോ ഞാൻ പറയണത്. ഞാൻ അതാണല്ലോ നിങ്ങൾ പറയുന്നത്. അതായത് പിണറായി വിജയനെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകയായിട്ടുള്ള അംബിയ, മാവോയിസ്റ്റായിട്ടുള്ള ഒരു അംബിയ പിന്നെ ഇങ്ങനെ ഒരു വധഭീഷണി വയ്ക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുകയും അത് കോഴിക്കോട് സിറ്റി പോലീസ് 150/2024 നമ്പർ പ്രകാരം കേസെടുത്തു. ഇത് ഏതെങ്കിലും മീഡിയയിൽ വാർത്ത വന്നിരുന്നോ? അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അതല്ലല്ലോ. താങ്കൾ നിരന്തരം സ്ത്രീകൾക്കെതിരെയാണോ പരാതി കൊടുക്കുന്നത്? നിരന്തരം സ്ത്രീകൾക്കെതിരെയാണോ പരാതി? നിരന്തരം സ്ത്രീകൾക്കെതിരെ മാത്രമാണ്? സ്ത്രീകൾക്കെതിരെ അല്ലല്ലോ, നിരന്തരം സ്ത്രീകൾക്കെതിരെയല്ലോ. നിങ്ങളുടെ ന്യൂസ് എയ്റ്റിയിലെ ഒരു സഹപ്രവർത്തകൻ, നിങ്ങളുടെ ന്യൂസ് എയ്റ്റിയിലെ തന്നെയുള്ള ഒരു സ്റ്റാഫ് അപമര്യാദയായിട്ട് പെരുമാറി വലിയതുറ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു. നിങ്ങൾ അതിൽ വാർത്ത ചെയ്തിട്ടുണ്ടോ? അതിന്മേൽ നടപടി എടുത്തിട്ടുണ്ടോ? ആ സ്റ്റാഫിനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? ഞാൻ നിരന്തരം സ്ത്രീകൾക്കെതിരെ മാത്രമല്ല പരാതി കൊടുത്തത്, സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ സ്ത്രീയെ നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടോ? ഇവിടെ പരാതി ഉയർന്ന ആരെങ്കിലും സംരക്ഷിക്കാതെ വിട്ടോ? രണ്ട് പരാതി നിങ്ങൾ ഇതിനു മുൻപ് കൊടുത്തു. ഈ പരാതി എവിടെ പോയത് നിങ്ങൾക്കറിയില്ല. പോലീസ് കേസെടുത്തിട്ടുണ്ടോ അത് നിങ്ങൾക്കറിയില്ല. ഇതിനൊക്കെ ഉത്തരം ചോദിക്കുമ്പോൾ മറുപടി തിരിച്ചു പറയുന്നത് നിങ്ങൾക്ക് ഉത്തരവില്ലാത്തത് കൊണ്ടാണോ? അല്ലല്ലോ മാഡം, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രമല്ലോ, നിങ്ങൾ പുരുഷന്മാർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത്.
അതിനെന്ത് നിങ്ങൾക്ക് ഉത്തരം? വലിയതുറ പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ ഇതേ വലിയതുറ പോലീസ് 1678/2021 വലിയതുറ പോലീസ് എടുത്തിരിക്കുന്ന നിങ്ങളുടെ ന്യൂസ് 8 തന്നെയുള്ള ഒരു ന്യൂസ് റീഡർക്കെതിരെ ഒരു പരാതി എടുത്തിട്ട് നിങ്ങൾ അതിൽ എന്ത് നടപടി എടുത്തു? നിങ്ങളുടെ സ്ഥാപനം എന്ത് നടപടി? ഈ പരാതിയിൽ എന്ത് നടപടി എടുത്തു? അത് ഏത് തരത്തിൽ പോയി എന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? നിങ്ങൾക്കറിയാമോ ഇവിടെ വല്ല നടപടി എടുത്തോ ഇല്ലോ? നിങ്ങൾക്കറിയാമോ? എനിക്ക് ബോധ്യമുണ്ടല്ലോ. ആ അന്വേഷണം വഴിമുട്ടി നിർത്തിയിരിക്കല്ലേ? അറിയാമല്ലോ. അത് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, ആ നിങ്ങളുടെ ഭാഗത്ത് എന്ത്, ആ സ്റ്റാഫിനെതിരെ നിങ്ങളുടെ ഭാഗത്ത് എന്ത് നടപടി ഉണ്ടായി? അല്ല, നമ്മൾ ഈ അകത്തെടുക്കുന്ന നടപടികൾ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളോട് വിളിച്ചു പറയുകയാണോ വേണ്ടത്? ഇതിനകത്ത് അല്ല, നിങ്ങൾ അതിന്മേൽ എന്തെങ്കിലും നടപടി എടുത്തോ? നിങ്ങൾ അയാളെ പ്രൊട്ടക്ട് ചെയ്യല്ലേ ഇതേ? ആ മാധ്യമ പ്രവർത്തനം നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യല്ലേ ഇതേ? ശ്രീ മാർട്ടിൻ മേനേച്ചറിൽ ഏകദേശം ഏത് തരത്തിലാണ്, അല്ല ഇതൊരു ചാനലിനെതിരെ കൂടെ പറഞ്ഞു, ഏകദേശം ഏത് തരത്തിലാണ് നിങ്ങൾ പരാതികൾ കൊണ്ടുവരുന്നത്? ഈ പരാതികൾ നിങ്ങൾ എങ്ങനെയാണ് ഫോർജ് ചെയ്യുന്നത് എന്നുള്ളതിനൊരു ഏകദേശ ചിത്രമാവുകയാണ് നിങ്ങളുടെ ഈ മറുപടി കൊണ്ട്. ഞാൻ അതിലേക്ക് വ്യക്തമായി കടക്കുന്നില്ല. എങ്കിലും ശ്വേതാ മേനോനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഉത്തരമില്ല. ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമില്ല. നിങ്ങൾ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ കൊടുത്ത പരാതി സിനിമാ മേഖലയിൽ ശ്വേതാ മേനോനെതിരെ നിങ്ങൾ പരാതി കൊടുത്തു. പാലേരിമാടിക്ക് വന്ന സിനിമയടക്കം നിങ്ങൾ പരാതിയിൽ ഉന്നയിച്ചു. പാലേരിമാടിക്കത്തിലെ ദൃശ്യം നിങ്ങൾ പരാതിയിൽ കൊണ്ടുവന്നു. സംവിധായകൻ രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നില്ലേ? ഞാൻ ചോദിക്കുന്ന ശ്രീ മാർട്ടിൻ മേനേച്ചറിൽ, ആ സംവിധായകൻ തിരക്കഥാകൃത്ത് ഈ വിഷയം അല്ലെങ്കിൽ ഈ കഥ ചിത്രീകരിക്കാൻ പറഞ്ഞ സംവിധായകനടക്കം വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ വരുമ്പോൾ ഈ ധാർമ്മിക രോഷമൊക്കെ അന്ന് പ്രകടമാക്കായിരുന്നില്ലേ? കേസ് കൊടുക്കായിരുന്നില്ലേ? എവിടെയാ? കണ്ടില്ലല്ലോ അന്ന് മാർട്ടിൻ മേനേച്ചറിൽ എന്ന പേരൊന്നും. എവിടെയായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, ഒരാള് പരാതി ഞാൻ ചോദിക്കട്ടെ, ധാർമ്മിക രോഷം അവിടെ നിൽക്കട്ടെ. എന്റെ ശ്രദ്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഞാനിപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ അഭിനയിച്ച നടി മാത്രമാണ് നിങ്ങൾക്ക് വിഷയം. ഈ നടിയോട് ഈ കഥാപാത്രം പറഞ്ഞ സംവിധായകൻ, കഥാപാത്രത്തെ ഉണ്ടാക്കിയ തിരക്കഥാകൃത്ത്, ഇതൊന്നും വിഷയമല്ല. വേണ്ട, നിങ്ങൾക്ക് ശ്വേതാ മേനോനെ മാത്രമേ സിനിമയിൽ കാണാൻ കഴിഞ്ഞല്ലോ. ഈ നായിക കഥാപാത്രത്തെ റേപ്പ് ചെയ്യുന്ന അഹമ്മദ് ഹാജി എന്ന കഥാപാത്രം ചെയ്തത് മമ്മൂട്ടിയാണ്. അദ്ദേഹം അമ്മയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളായിരുന്നപ്പോൾ, ഓണേഡ് അംഗമായിരുന്നപ്പോൾ എവിടെയായിരുന്നു മാർട്ടിൻ മേനേച്ചേരിൽ? പരാതി കൊടുക്കാമായിരുന്നില്ലേ? എന്തു പറ്റി? അന്ന് കേസൊന്നും തോന്നിയില്ലേ? അല്ല, നിലവില് ഞാൻ ഈ പരാതിയിൽ, മാഡം ആ പരാതി വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ട് രഞ്ജിത്തിനെതിരെയും മമ്മൂട്ടിക്കെതിരെയും നിങ്ങൾ കേസ് കൊടുത്തില്ല? അന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ധാർമ്മിക രോഷം ഉണ്ടായില്ല? എന്തിനാ ഈ കഥാപാത്രം ഉണ്ടാക്കി എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല? വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിലിരുന്നു സംവിധായകൻ രഞ്ജിത്ത്. മമ്മൂട്ടി ബഹുമാനിക്കപ്പെട്ട വ്യക്തിയായി അമ്മയുടെ ഭാരവാഹിയായിരുന്നു. എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? ശ്വേതാ മേനോൻ അല്ലല്ലോ. നമുക്ക് മലയാളികൾക്ക് കൂടുതൽ പരിചയമുള്ളത് ഈ രണ്ട് പേരല്ലേ. എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ പോയോ? അതിന് ഉത്തരം പറയൂ മാർട്ടിൻ മേനേച്ചറിൽ. ബാക്കി പിന്നെ പറയാം. അല്ല, അതായത് നമ്മൾ കേസ് കൊടുക്കുക എന്ന് പറയുന്നത്, ഈ കേസ് കൊടുക്കാന്ന് പറഞ്ഞോളൂ മാർട്ടിൻ, എനിക്ക് അതിന്റെ ഉത്തരം വേണം. ഒന്ന് പറയൂ, അത് നാട്ടുകാർക്കും അറിയണമല്ലോ. ഒന്ന് പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ, ആ ബന്ധപ്പെട്ട പരാതിയാണ് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്താണ്? ശ്വേതാ മേനോന്റെ ക്ലിപ്പുകൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവർ ലോകത്താർക്കും കാണാൻ കഴിയാത്ത, ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്ന അശ്ലീല പോൺ സൈറ്റുകളുടെ ലിങ്കുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ സർട്ടിഫൈഡ് ആയിട്ട് സെൻസർ സർട്ടിഫിക്കറ്റ് തന്ന് റിലീസായ ചിത്രങ്ങളെ ഇത്തരം ചില ഞാൻ കോടതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന നിങ്ങളോട് ആരാണ് പറഞ്ഞത് ബാൻ ചെയ്തിട്ടുണ്ടെന്ന്? ബാൻ ചെയ്തിട്ടുള്ള സൈറ്റുകളാണെങ്കിൽ നമ്മൾ കോടതിയിൽ കൊടുത്തിരിക്കുന്ന പെൻഡ്രൈവിലാക്കി നമ്മൾ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ദൃശ്യങ്ങൾ
അല്ല ഇതൊക്കെ ഇല്ല, ഈ ഈ ഈ സൈറ്റൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചെടുത്തതല്ലേ? നിങ്ങൾ ഇതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചായിരിക്കില്ലേ? ഇതൊക്കെ എവിടെ ഉള്ളതാണ്? ഈ ഈ ഇങ്ങനെ പോൺ സൈറ്റുകളിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ശ്വേത തന്നെ ഓൾറെഡി കേസ് എടുത്തിരിക്കുന്നു. ലോകത്താരും കാണാത്ത കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചത് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. പ്രധാനപ്പെട്ട നടന്മാർ, തന്മാത്രയിലെ മോഹൻലാല് നഗ്ന അഭിനയിക്കുന്ന സീനുണ്ട്, ആടുജീവിതത്തിൽ പൃഥ്വിരാജ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങൾ ഈ സിനിമ ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾ ആകെ കാണുന്നത് ശ്വേതാ മേനോന്റെ ദൃശ്യങ്ങൾ മാത്രമാണോ? മാഡം, നിങ്ങൾ ഞാൻ കൊടുത്തിരിക്കുന്ന ആ പരാതി എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം പരിശോധിക്കുക. നിങ്ങളത് പരിശോധിച്ചിട്ട് നിങ്ങളത് പറയുക. ശ്രീ മാർട്ടിൻ മേരാച്ചേരി, അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ ആ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ഒരു നടി, അല്ലെങ്കിൽ റിമ കലിംഗൽ എന്ന് പറയുന്ന ഒരു നടി, നിങ്ങൾ ഈ സെലക്റ്റീവായിട്ട് സദാചാരവും സെലക്റ്റീവായിട്ട് നിങ്ങൾക്ക് ധാർമ്മിക രോഷവും വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇങ്ങനെ പ്രതിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പ്രധാനപ്പെട്ട ആൾക്കാർക്കെതിരെ പ്രതിഷേധിക്കുന്നേ, അല്ലാതെ ഇങ്ങനെ വലിയ ധാർമ്മിക രോഷവും ന്യായമൊന്നും പറയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശ്വേതാ മേനോനെതിരെയോ അല്ലെങ്കിൽ റിമ കല്ലിങ്ങിനെതിരെയോ മാത്രമല്ല പരാതി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം മോൻസൺ മാവുങ്കന്റെ വിവാദം ഉൾപ്പെടെ പല സാധനങ്ങളും ഞാൻ ശ്രീ മാർട്ടിൻ മേനാച്ചേരിൽ അവര് അമ്മയുടെ തെരഞ്ഞെടുപ്പിനാണ് നിൽക്കുന്നത്. അല്ല, മാർട്ടിൻ മേനാച്ചേരിൽ സിനിമ അഭിനേതാക്കളുടെ സംഘടനയാണ്, താരസംഘടനയാണ്. അവർ അഭിനയിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതല്ലാതെ സ്കൂൾ കുട്ടികൾക്കായിട്ട് പിന്നെ എഡ്യൂക്കേഷണൽ വീഡിയോ ഒന്നും പുറത്തിറക്കിയല്ലോ. സ്വാഭാവികമായിട്ടും സിനിമ അഭിനയിക്കുമ്പോൾ അഭിനയിക്കുകയാണ്. അത് തിരക്കഥാകൃത്തും സംവിധായകനും ആവശ്യപ്പെടുന്ന രീതിയിൽ. അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലും അത് അറിയണ്ടേ? ശ്രീ മാർട്ടിൻ മേനാച്ചേരി, താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ എന്റെ ചോദ്യം? ബാക്കി പറയുന്ന കാര്യങ്ങൾ കിട്ടുന്നില്ല. കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വോയിസ് ഇവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. ഞാൻ ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്. ശ്വേതാ മേനോനെതിരെ നിങ്ങൾ പരാതി കൊടുത്തത് അംഗീകരിക്കാമെന്ന് വെച്ചോളൂ. പക്ഷെ അതിന് സമാനമായിട്ടോ അതിനു മുകളിലോ പരാതി കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊന്നും പരാതി കൊടുക്കാതെ, ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടുമില്ല, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല, നിങ്ങൾ ആകെ കണ്ടിരിക്കുന്നത് ഇത് മാത്രമാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഡൈജസ്റ്റ് ആകും? ചെറിയ സാങ്കേതിക വിഷയങ്ങൾ. മാർട്ടിൻ മേനാച്ചേരി, താങ്കൾക്ക് തിരികെ എത്തും. താങ്കളോട്